അപ്പോൾ യഥാർത്ഥ യോഗി എങ്ങനെയുള്ളവനായിരിക്കണം? സമചിത്തനായിരിക്കണം എന്ന് ഭഗവാൻ പല ശ്ലോകങ്ങളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി. നോക്കൂ, ഇവിടെ ഒരു വ്യത്യസ്തമായ രൂപം, വ്യത്യസ്തമായ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും, നിർവചനം കാണാൻ കഴിയും. ഉദാഹരണം പറയാം, ഓരോ ആചാര്യന്മാരും ഓരോ വിധത്തിലാണ് പറയുക കേട്ടോ. ഇത് സമുദ്രമാണ്, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നുള്ളത് എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. നോക്കിക്കോളൂ, രണ്ടാമത്തെ സാഖ്യായോഗത്തിലെ 47-ാമത്തെ ശ്ലോകം നോക്കൂ. കാപർണ്യദോഷോ കർമ്മണ്യേ വ്യാധികാരസ്യ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സങ്കോസ്ത കർമ്മണി. ഒരിക്കൽ കൂടി പറയാം. കർമ്മണ്യേ കാര്യവാദസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സങ്കോസ്ത കർമ്മണി. ഇതെന്താ പറയുന്നത് ഭഗവാൻ ചോദിച്ചാൽ, കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ, അതിൻ്റെ ഫലത്തിന് നമുക്ക് അധികാരമില്ല. അത് വേറെ ഒരാൾ ചെയ്തു തരും. നീ അറിയണ്ട, നിൻ്റെ ഡ്യൂട്ടി എന്താ വെച്ചാൽ നീ അത് ചെയ്യുക. അതിൻ്റെ ഫലത്തിനെ പറ്റി നിനക്ക് ചിന്തിക്കാൻ അധികാരമില്ല. ഇത് അണ്ടർലൈൻ ചെയ്തോളൂ, അധികാരമില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ആത്മാവിനെ പറ്റി പറയുന്ന സമയത്ത് എന്തു പറഞ്ഞു? ആത്മാവിനെയും ശരീരത്തെയും കൂടി പറയുന്ന സമയത്ത് എന്തു പറഞ്ഞു? ആത്മാവ് ശരീരത്തിലിരിക്കില്ല, അത് നമ്മളെ ശരീരം ജീർണിച്ചു കഴിഞ്ഞാൽ വിട്ടുപോകും, അതുകൊണ്ട് നീ അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, അധികാരമില്ല പറഞ്ഞില്ല. പക്ഷേ ഇവിടെ എന്താ പറയണം? അടിച്ചു പറയണം, നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. നിനക്ക് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന കർമ്മം എന്താണോ അത് ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. അതിൻ്റെ ഫലത്തിനെ പറ്റി ചിന്തിക്കാൻ അധികാരമില്ല. നോക്കൂ, നമ്മൾക്ക് അധികാരം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ പറയാം? ഇപ്പോൾ നമ്മുടെ ഒരു തറവാട്ടിലെ ഭാഗം കഴിയുന്ന സമയത്ത് അതിലൊരു പോർഷൻ നിങ്ങൾക്ക് അർഹിക്കുന്നതാണ്, അല്ലേ? നിങ്ങൾക്ക് അർഹിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് അധികാരമുണ്ട്. കോടതിയിൽ പോവുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുകൾക്ക് നിങ്ങൾക്ക് അധികാരമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ അധികാരത്തിനെ വ്യാഖ്യാനിക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് അധികാരപ്പെട്ടതിന് മാത്രമേ നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് അർഹതയല്ല. നിങ്ങൾ അർഹിക്കുന്നതിന് മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്, നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, അതിനെപ്പറ്റി ചിന്തിക്കാൻ അധികാരമില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, മറ്റേതിന് അധികാരമില്ല പറയാൻ കാരണം എന്താണ്? അർജുനൻ സ്വയം കർമ്മം ചെയ്യുകയാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫലത്തിനെ അയാൾക്ക് അർഹിക്കുന്നുണ്ട്. സ്വയം ചെയ്യണോ? അല്ല. സ്വയം ചെയ്യുകയാണെങ്കിൽ ആദ്യം വന്ന ഉടനെ അയാൾ യുദ്ധത്ത് ക്ഷേമം അമ്പ ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിക്കണ്ടേ? അത് ചെയ്തില്ലല്ലോ. അപ്പോൾ കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു, ഹോർലിക്സ് കൊടുത്തു, ഇങ്ങനെ ഓരോന്ന് കൊടുത്ത് അയാളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. സ്വയം ചെയ്യുന്നതല്ല. അപ്പോൾ ആദ്യമായിരുന്നെങ്കിൽ സ്വയം ചെയ്യും, ഇപ്പോൾ ചെയ്യിക്കുകയാണ്. അപ്പോൾ ചെയ്യിക്കുന്ന സമയത്ത് അതിൻ്റെ ഫലത്തിനെ പറ്റി അയാൾക്ക് അർഹനല്ല, തീർച്ചയായിട്ടും അർഹനല്ല. നേരെ മറിച്ച് നമ്മൾ ആത്മാവിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ഇത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ശരീരത്തിന് ആത്മാവിനെ പറ്റി ചിന്തിക്കാനുള്ള അധികാരമുണ്ട്. ചിന്തിക്കേണ്ട എന്നുള്ളത് മറ്റൊരു വശം. കാരണം ചിന്തിക്കേണ്ട പറയും കാരണം എന്താ? അത് നമുക്ക് കിട്ടില്ല എന്നർത്ഥം. പക്ഷെ അതിനുള്ള അധികാരമുണ്ട്. കാരണം എന്താ? കുറേ കാലം ആത്മാവ് ഈ ശരീരത്തിലുണ്ടായിരുന്നു, മരണശേഷമല്ലേ പോകണുള്ളൂ. അപ്പോൾ ശരീരത്തിലുള്ള ആത്മാവിനെ പറ്റി അയാൾക്ക് എനിക്ക് കിട്ടിക്കൂടെ എന്ന് ആഗ്രഹിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ അർജുനന് ആ അധികാരം ഇല്ല. അത് ഭഗവാൻ അദ്ദേഹത്തിനെ അടിച്ചേൽപ്പിച്ച് ബൂസ്റ്റ് ചെയ്ത് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിന് അധികാരമില്ല. ഈ ഡിഫറൻസ് പല ആചാര്യന്മാർ പല വിധത്തിൽ വർണ്ണിക്കും കേട്ടോ. ഇപ്പം ഞാൻ പ്രത്യേകം പറയാം, ഞാൻ എൻ്റേതായ ഇതിലാണ് പറയണം.
നിങ്ങളൊന്ന് കാര്യം നോക്കൂ. കർണനെയും അർജുനനും തമ്മിൽ ഈ കർമ്മത്തിൽ കമ്പയർ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ കർമ്മത്തിനും ഇതിനും എന്താ ബന്ധമുള്ളത് ചോദിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കർമ്മത്തിനും ഇതിനും ബന്ധമുണ്ട്. കാരണം നിങ്ങൾ കർണൻ മഹാപ്രഭുവാണ്, വളരെയധികം ദാനശീലനാണ്, ശൂരവീര പരാക്രമിയാണ്. ആരെന്ത് ചോദിച്ചാലും കൊടുക്കും, ഒരു മടിയുമില്ല. ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹം കൊടുക്കും. താൻ മരിക്കുന്ന സമയത്ത് താൻ മരിക്കണം എന്ന് ദേവേന്ദ്രൻ വന്ന് ഭിക്ഷ ചോദിച്ചപ്പോൾ രക്തം കൊടുത്ത് തൻ്റെ ജീവനെ കൊടുത്ത് ശ്രേഷ്ഠനായ മഹാനാണ്. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയധികം ദാനപുണ്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അയാളുടെ മരണം എങ്ങനെയായിരുന്നു? തേരിൽ ചക്രം പൂന്തിയ സമയത്ത്, അതിനെ എടുക്കുന്ന സമയത്ത്, നിരായുധപാണിയായ സമയത്ത് അർജുൻ അദ്ദേഹത്തെ അമ്പെയ്യുന്നു. യുദ്ധനിയമപ്രകാരം നിരായുധപാണികളെ അമ്പെയ്യാൻ പാടില്ല. അയാളുടെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ അതുപോലും അർജുനൻ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആൾക്ക് അപ്പോൾ ഈ പാപപുണ്യം അയാൾ ചെയ്ത കർമ്മത്തിൻ്റെയൊക്കെ പാപം പുണ്യം എവിടെ പോയി? അയാൾക്ക് കിട്ടുന്നതല്ലേ, അറിയിക്കുന്നതല്ലേ. അയാൾക്ക് കിട്ടുന്നുണ്ട്, അത് വേറെ വിധം. അത് പിന്നീട് നമുക്കറിയാം, ഡീപ്പായി പോയി കഴിഞ്ഞാൽ അറിയാം. പക്ഷെ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ? ഇല്ല. നരകിച്ചു മരിക്കുന്നു പാവം. ആലോചിച്ച് നോക്കാൻ, എത്ര വലിയ മഹാൻ അങ്ങനെ പോകണം. അതിനെന്താ കാരണം? കാരണമുണ്ട്, പറയാം. ഇപ്പോഴത്തെ അർജുനെ എടുത്തോളൂ. അർജുൻ ഇങ്ങനെ ദാനശീലം വല്ലതും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ചെയ്തതായി എൻ്റെ അറിവിലില്ല. ദാനശീലങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉണ്ടായിരിക്കാം. ഇത് കർണനെ പോലെയുള്ള ഒന്നും ചെയ്തതായി എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു? യാതൊന്നും സംഭവിക്കില്ല. ജീവനോടുകൂടി സ്വർഗത്ത് പോകണം. അപ്പോൾ ഈ പാപത്തിനും പുണ്യത്തിനും എന്താ വിലയുള്ളതെന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ ചോദിക്കും. സത്യമല്ലേ അത്? അല്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ. കർണൻ യുദ്ധത്തിൽ ജയിക്കുന്നു വയ്ക്കുക. അയാൾ ചെയ്ത ഈ പുണ്യഫലം, അതായത് ദാനത്തിൻ്റെ പുണ്യഫലം, ദാനം ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഫലം ആർക്കാണ് കിട്ടുക? കർണന് തന്നെ കിട്ടുക. തനിക്കോ എനിക്കോ കിട്ടുമോ? ഒരിക്കലും ഇല്ല. അവനവൻ ചെയ്ത കാര്യത്തിന് അവനവന് തന്നെ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഫലം അയാൾക്ക് കിട്ടും. പക്ഷേ ലോകത്തിനത് കിട്ടുന്നില്ല. ഉണ്ടോ? ഇല്ല. അതാണ് ആ കർമ്മഫലം തെറ്റായി പോയത്. നേരെ മറിച്ച് അർജുനെ എടുത്ത് നോക്കൂ. അർജുനൻ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ജയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അർജുനന് മാത്രമല്ല, ഈ കാണുന്ന സർവ്വലോകത്തിന്, ഭാരത ദേശത്തിന് മുഴുവൻ അറിയിക്കുന്നുണ്ട്. അർജുനൻ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കില്ലേ? എന്തുകൊണ്ട്? പാപങ്ങളെല്ലാം നശിച്ചു, എല്ലാം നശിച്ചുപോയി, ധർമ്മം ജയിച്ചു കഴിഞ്ഞു എന്ന്. ഇവിടെ കർണൻ ജയിച്ചാൽ ധർമ്മം ജയിക്കുന്നില്ല. അവിടെ മരിച്ചുപോയവർ പോയെന്നേ ഉള്ളൂ. അവിടെ ആണെങ്കിൽ മരിച്ചുപോയവർ മാത്രം പോകും. മരിച്ചുപോയവർക്ക് യാതൊരു ഇതുമില്ല. രണ്ടുപേര് ജയിച്ചാലും തോറ്റാലും മരിക്കുന്നവരും മരിക്കും. പക്ഷേ ജീവിച്ചിരിക്കുന്നവർ ഭാവിയിൽ അവിടെ എന്താ സംഭവിക്കുക? അവരെല്ലാം ശ്രേഷ്ഠന്മാരായിത്തീരും. അർജുനൻ്റെ ആ ഒരു കർമ്മം കൊണ്ട് അതെവിടെ കർണൻ്റെ കർമ്മം കൊണ്ടാവുന്നില്ല. അത് സ്വാർത്ഥതയാണ്. കർണൻ സ്വാർത്ഥനാണ് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. പക്ഷേ കർണൻ്റെ കർമ്മം സ്വാർത്ഥമാണ്. ഞാനത് പറയണം. കർണൻ സ്വാർത്ഥനല്ല, ഒരിക്കലുമല്ല, ശ്രേഷ്ഠനാണ്. കർണൻ്റെ കർമ്മം സ്വാർത്ഥമാണ്. അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം അയാൾ ചെയ്യുന്ന ഇതിൻ്റെ ഗുണം അയാൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അയാൾ ഈ ലോകം നന്നായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല യുദ്ധം ചെയ്യുന്നത്. ആണോ? അല്ല. ലോകം നന്നായിരിക്കണം എന്ന ഉദ്ദേശിക്കുന്നത് ഒന്നിലും ആൾട്ടർനേറ്റായിട്ട് ഞാൻ ഇതിൽ വരില്ല, ഈ യുദ്ധം ചെയ്യില്ല പറഞ്ഞ് മാറണം. അല്ലെങ്കിൽ എന്ത് വേണം? ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല, ആ ഭാഗത്തെ ധർമ്മം ആ ഭാഗത്താണ് പറഞ്ഞ് ചെയ്യണം. ഇത് രണ്ടും അദ്ദേഹം ചെയ്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മം സൽക്കർമ്മമല്ല, ദുഷ്കർമ്മമാണ്. കർമ്മത്തിൽ രണ്ടെണ്ണമുണ്ട്. ദുഷ്പാത്ര ധർമ്മമാണത്. ദുഷ്പാത്രധർമ്മേന ഫലം ദരിദ്രം എന്ന്
എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കർമ്മം സൽക്കർമ്മമല്ല, ദുഷ്കർമ്മമാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ അത് സൽക്കർമ്മമാണ്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ സൽക്കർമ്മമാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ശരിയായ രീതിയിൽ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കർണൻ്റെ ദാനധർമ്മം സ്വാർത്ഥതയാണ്. അതിൻ്റെ ഫലം കർണന് മാത്രമേ കിട്ടുള്ളൂ, ലോകത്തേക്ക് കിട്ടില്ല. മറിച്ച് അർജുനൻ്റെ കർമ്മം സൽക്കർമ്മമാണ്. എന്തുകൊണ്ട്? ധർമ്മമാണ് അവിടെ ജയിക്കുന്നത്, അർജുനല്ല. വളരെയധികം ഡീപ്പ് സബ്ജക്റ്റാണ്. സാധാരണക്കാരൻ അനലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. എനിക്കും അറിയില്ല, ഞാനെന്തോ പറഞ്ഞു ഒപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റേതായ കണ്ടെത്തലുകളാണത്. അപ്പോൾ അർജുനൻ ചെയ്യുന്ന ധർമ്മം, അർജുനൻ ചെയ്യുന്ന യുദ്ധത്തിലെ ധർമ്മം, കർമ്മം കർണനേക്കാളും ശ്രേഷ്ഠ കർമ്മമാണ്. ഇനി വേറൊരു വിധത്തിൽ നോക്കുക. നമ്മളെന്താ പറഞ്ഞത്? കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ, നിങ്ങൾക്ക് അതിൻ്റെ ഫലത്തിനെ പറ്റി ഇച്ഛിക്കാൻ അധികാരമില്ല എന്ന്. ആ വഴിക്ക് ചെയ്താലും കർണൻ്റെ തെറ്റാണ്. എന്തുകൊണ്ട്? കർണൻ യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജയിക്കണം, ജയിക്കണം, ദുര്യോധനെ തൃപ്തിപ്പെടുത്തണം. തമിഴ് പറയും ചെഞ്ചോട്ടിക്കടൻ തീർക്ക് എന്ന് പറയും. അതായത് അദ്ദേഹത്തെ സഹായിച്ചത് ആരാണ്? ദുര്യോധനൻ. ആ ദുര്യോധനൻ്റെ ആഹാരമാണ് ഇദ്ദേഹം കഴിച്ചിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നന്ദി പ്രതിഫലം ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം ദുര്യോധനാണ് വലുത്, കർമ്മമല്ല. നോക്കൂ, അങ്ങനെ നോക്കിയാലും അദ്ദേഹം ഇച്ഛിക്കുന്ന എന്താണ്? ജയിക്കണം. അതായത് കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയണം ഇവിടെ. പക്ഷേ ഇയാൾ അവിടെ ആഗ്രഹിക്കുന്നു, യുദ്ധത്തിൽ ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യുദ്ധം ചെയ്യുന്നത്. മറിച്ച് ഇയാളെന്താ ചെയ്യുന്നത്? അർജുനൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് ജയിക്കണം എന്നുള്ളോ ഇല്ല, അതിനെപ്പറ്റി യാതൊന്നും ചിന്തിക്കുന്നില്ല. യുദ്ധക്കളത്തിൽ വന്നപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പ്രേരണ പ്രകാരം ശ്രീകൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കിയത് അനുസരിച്ച് യുദ്ധം ചെയ്യുന്നു. ഇത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ ഫലം എന്താണ്? എനിക്ക് രാജ്യം കിട്ടും, അല്ലെങ്കിൽ മറ്റേത് കിട്ടും, മറിച്ച് കിട്ടുന്നു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് കിട്ടിയാലും അത് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ഈ രാജ്യം സുഖാനുഭവങ്ങളൊന്നും വേണ്ടെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പോലെ ചിന്തിച്ചിട്ടില്ല അയാൾ, ഫലത്തിന് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞ ഫലത്തിനെ നിനക്ക് ചിന്തിക്കാൻ അവകാശമില്ല. യു ഹാവ് നോ റൈറ്റ് ടു തിങ്ക് അബൌട്ട് ദ ബെനിഫിറ്റ്സ്. നിങ്ങൾക്കതിന് അർഹതയില്ല. അർഹതയുള്ളതിനെ പറ്റിയിട്ടേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, സ്വന്തം സ്വത്തിനെ പറ്റി അതിൻ്റെ അവകാശത്തിന് വേണ്ടി നമ്മൾ നിൽക്കാം. ന്യായമാണ്, കോടതി പോവാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ശ്രീപത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിലുള്ള സ്വത്ത് എൻ്റെയാണെന്ന് പറഞ്ഞ അവകാശമുണ്ടോ? അത് ഇല്ല. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞു ആത്മാവിന് മരണമില്ല. ആ സമയത്ത് ഭഗവാൻ എന്താ പറഞ്ഞത്? ആത്മാവിന് മരണമില്ല, ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. ആത്മാവിനെ പറ്റി നീ ചിന്തിക്കണ്ട, നിനക്ക് അർഹതയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ എന്താണ്? കർമ്മഫലം നിനക്ക് അധികാരമില്ല, കർമ്മഫലത്തെപ്പറ്റി നിനക്ക് ചിന്തിക്കാൻ പോലും അധികാരമില്ല, നീ അർഹനല്ല എന്നാണ്. ചിന്തിക്കാൻ ഫലത്തിന് അർഹനല്ല എന്നല്ല പറഞ്ഞത്. വളരെ അനലൈസ് ചെയ്യുമ്പോൾ വളരെയധികം ആലോചിച്ച് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഫലത്തിന് നീ അർഹതയില്ല എന്നല്ല പറയണത്, ഫലത്തെപ്പറ്റി നീ ചിന്തിക്കാൻ അർഹതയില്ല, നിനക്ക് ചിന്തിക്കാനുള്ള അർഹത അവിടെ ഇല്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ദീസ് ആർ ദ ടു ഡിഫറൻസസ്. ഇതാണ് നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്. കർമ്മയോഗത്തിൽ ഇതിനെപ്പറ്റി വളരെയധികം വിസ്തരിച്ച് പറയുന്നുണ്ട്. വളരെയധികം യോഗി എങ്ങനെയിരിക്കണം എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയിരിക്കണം? ചഞ്ചല മനസ്സുള്ളവനായിരിക്കരുത്, സ്ട്രോങ് ആയിരിക്കണം മനസ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ഇങ്ങനെയൊക്കെയാണ്
ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നതാണ് ഇയാൾ, അങ്ങനത്തെ ആളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി കൊടുക്കുന്നുമുണ്ട്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം.